പേയ്മെന്റ് സീറ്റ് ആരോപണത്തിന് പിന്നാലെ ഇടുക്കിയിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ജില്ലാ പഞ്ചായത്തിലെ അടിമാലി ഡിവിഷൻ സീറ്റ് വിൽപ്പന നടത്തിയെന്നാണ് പോസ്റ്റർ. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് ഈ പോസ്റ്റർ കണ്ടത്. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ലാൽകൃഷ്ണൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പ്രൈം ടൈമിൽ നമ്മൾ പറഞ്ഞ പ്രധാന വിഷയത്തിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് അടിമാലിയിൽ കാണാൻ കഴിഞ്ഞത്. അടിമാലി കോൺഗ്രസിൻ്റെ ഓഫീസിന് മുന്നിലും പരിസര പ്രദേശങ്ങളിലും നഗരത്തിൽ വ്യാപകമായി തന്നെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. അതായത് സീറ്റ് വിവാദം, സീറ്റ് വിൽപ്പന നടത്തിയെങ്കിൽ ആ സീറ്റിൽ മത്സരിക്കാൻ വേറെ ആളെ കിട്ടും എന്ന രീതിയിലായിരുന്നു പ്രധാനമായിട്ടും ആ പോസ്റ്ററുകളിൽ പറഞ്ഞത്. ഈ ആരോപണം വന്നിരിക്കുന്നത് തറനിലം എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ്. അദ്ദേഹം തിരുവല്ല സ്വദേശിയാണ്. അനീഷ് തറനിലം എന്ന് പറയുന്ന ആൾക്ക് സീറ്റ് വിൽപ്പന നടത്തി എന്നുള്ളതാണ് ആരോപണം. അതുകൊണ്ട് തന്നെ പോസ്റ്ററിലെ പ്രധാന വാചകം തറ തൽക്കാലം നിലത്തിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. ഈ വിഷയം വളരെ ആളിക്കത്തിക്കാൻ തന്നെയാണ് കോൺഗ്രസിലെ ആഭ്യന്തരമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ തീരുമാനം. അതായത് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് സീറ്റ് നിഷേധിച്ച് ഇവിടെയുള്ള ജനപ്രതിനിധികളും നേതാക്കളും ചേർന്ന് മറ്റൊരാൾക്ക് സീറ്റ് വിറ്റു എന്നുള്ള രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. ഈ പ്രചരണത്തെ കോൺഗ്രസ് ശക്തമായി തള്ളിക്കളയുന്നുണ്ട് എങ്കിൽ പോലും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അമർഷം ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് അടിയന്തരമായി തന്നെ കോൺഗ്രസ് വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. DCCയിൽ യോഗം ചേർന്ന് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളതാണ്. അടിമാലി ഡിവിഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണം, ആരെ മത്സരിപ്പിക്കണം എന്ന കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും അടിമാലി സീറ്റിലടക്കമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ ഇത് പേയ്മെൻറ്റ് സീറ്റിൻ്റെ ഭാഗമായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നും പുറത്തു നിന്നുള്ള ഒരാൾക്ക് ഈ സീറ്റ് കൊടുക്കാൻ ധാരണയായിട്ടുണ്ട് എന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞ പശ്ചാത്തലത്തിന് തൊട്ടു പിന്നാലെയാണ് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ പ്രതിഷേധം വന്നത്. ഓക്കെ, താങ്ക് യു ലാൽകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.